PR മൂവീസിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യും. പ്രിൻസ് ആൻഡ് ഫാമിലി വളരെ നാളുകൾക്ക് ശേഷം മലയാളികളുടെ ജനപ്രിയ നായകനായിട്ടുള്ള ദിലീപിന്റെ ഒരു മനോഹരമായ ചിത്രം തിയേറ്ററിൽ എത്തിയിരിക്കും. സ്വാഭാവികമായിട്ട് ദിലീപിന്റെ ചിത്രത്തിനുണ്ടാകുന്ന എല്ലാ ചേരുവകളും ഉൾപ്പെടുത്തിയ ഒരു ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. പക്ഷേ കുടുംബ പ്രേക്ഷകർ ആ ചിത്രം ഏറ്റെടുത്തു. ഉള്ള മനോഹരമായ ഒരു ചിത്രം എന്ന രീതിയിൽ പ്രേക്ഷകര് ഒക്കെ ആ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ദിലീപ് പുനർജനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വീണ്ടും അദ്ദേഹം സിനിമയിലേക്ക് ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന ഒരു ചിത്രമാണ്. എന്ന് കരുതി ആ ചിത്രം വലിയ മഹത്തായ ഒരു ചിത്രമെന്നൊന്നും പറയാൻ കഴിയില്ല. കുറെ നാളുകളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള 150ാമത്തെ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിന്റെ. അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല സിനിമകളിലുള്ള രസകരമായ സന്ദർഭങ്ങളും അദ്ദേഹത്തിന്റെ ചില മാനരസങ്ങളും പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ ചില ട്രിക്കുകളും ഒക്കെ തന്നെ ഈ സിനിമയിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അദ്ദേഹത്തിന്റെ ഒത്തിരി സിനിമകള് പ്രേക്ഷകർ കൈയൊഴിഞ്ഞിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ സിനിമ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി. അത് ദിലീപിനെ സംബന്ധിച്ച് ഒരു അനുഗ്രഹമാണ്, അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവാണ്. പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. സിനിമാ മേഖലയിൽ നിന്നൊക്കെ തന്നെ പലതരത്തിലുള്ള പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാമൂഹ്യ ജീവിത ചുറ്റുപാട് അദ്ദേഹത്തിനുണ്ടായി. അതൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് ദിലീപ് തിരിച്ചു വന്നിരിക്കുന്നു. ഒരു കാലത്ത് മലയാളികളെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച, ചിരിപ്പിച്ച, രസിപ്പിച്ച അനുഗ്രഹീതനായ നടനാണ് ദിലീപ്. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനെ നമ്മൾക്ക് സ്വാഗതം ചെയ്യാം. ഇനിയും ആ കലാകാരൻ നിന്ന്, ആ നടൻ നിന്ന്, നമ്മുടെ ജനപ്രിയ നായകൻ നിന്ന് നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യും.